ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വോൾട്ടേജ് സോഴ്സിനെ പറ്റി നോക്കിയിരുന്നു. വോൾട്ടേജ് സോഴ്സ് എന്താണ്, അതുപോലെ തന്നെ വോൾട്ടേജ് സോഴ്സിനെ പറ്റിയിട്ടുള്ള ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കറണ്ട് സോഴ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് സോഴ്സ് എന്താണെന്നുള്ള അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കറണ്ട് സോഴ്സ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദാറ്റ് ഡെലിവേഴ്സ് ഇലക്ട്രിക് പവർ വിത്ത് കോൺസ്റ്റൻറ്റ് കറണ്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലോഡ് ടെർമിനൽ വോൾട്ടേജ്. കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കറണ്ട് ഡെലിവറി ചെയ്യുന്ന സോഴ്സുകളെയാണ് നമ്മൾ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലോഡ് ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ സാധാരണ ഒരു സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഓംസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ചിട്ട് അതിനകത്തുള്ള കറണ്ട് മാറുന്നുണ്ടാവും. പക്ഷേ കറണ്ട് സോഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെർമിനൽ വോൾട്ടേജ് മാറിയാലും അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ആദ്യം തന്നെ പറയാം, ഈ ഒരു കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റാണ്. ഇത്തരത്തിൽ ഒരു റിയൽ ആയിട്ടുള്ള, നമ്മൾ വോൾട്ടേജ് സോഴ്സ് പറഞ്ഞപ്പോൾ അതിനൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ നമ്മൾ കറണ്ട് സോഴ്സിന് എക്സാമ്പിളായിട്ട് പല എക്സാമ്പിളും ഇപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട് എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഡെഫിനിഷനിൽ വന്നൊരു മോഡിഫിക്കേഷനാണ്. ഇലക്ട്രോണിക് സർക്യൂട്ടിൽ അത്തരത്തിലുള്ള ചില സർക്യൂട്ടുകളൊക്കെ കോൺസ്റ്റൻറ്റ് കറണ്ട് ഡെലിവറി ചെയ്യുന്ന സർക്യൂട്ടുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ അല്ലാത്ത പക്ഷം കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. ഇനി കറണ്ട് സോഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് സോഴ്സിൽ പറഞ്ഞ പോലെ തന്നെ ഐഡിയൽ കറണ്ട് സോഴ്സും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സെന്നും. കറണ്ട് സോഴ്സിൻ്റെ ആ ഒരു സിമ്പലും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് കറണ്ട് സോഴ്സിൻ്റെ സിമ്പൽ വരുന്നത്. ഇതിൽ ആദ്യം നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു സിമ്പൽ എന്ന് പറയുന്നത് DC-യിലാണ്. അതുപോലെ രണ്ടാമതുള്ള ഈ ഒരു സൈനസോയിഡൽ ഫോം കൊടുത്തിട്ടുള്ളത് നമ്മൾ AC സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് കറണ്ട് സോഴ്സിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കറണ്ട് സോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഐഡിയൽ കറണ്ട് സോഴ്സും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സും. അതിൽ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ടിൽ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. അതിന് അക്രോസ് ആയിട്ട് ടെർമിനൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു അമ്മീറ്റർ മെഷർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ ഒരു 5 ആമ്പിയർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു 5 ആമ്പിയർ കറണ്ട് ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ഒരു 10 ഓംസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 5 ആമ്പിയർ ആയിരിക്കുള്ളൂ. ഈ ഒരു സോഴ്സിൽ നിന്ന് പോകുന്ന ഫുൾ കറണ്ട് ഈ ഒരു റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അമ്മീറ്ററിൽ നമുക്ക് 5 ആമ്പിയർ മെഷർ ചെയ്യാൻ പറ്റും. ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് ഓംസിൽ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10 കറണ്ട് ഡെലിവറി ചെയ്യുന്നത് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് 5 ആമ്പിയർ ആണ്. അപ്പോൾ ഓംസിൽ വെച്ചിട്ട് നമുക്ക് V = I/R ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 50 വോൾട്ട് ആയിക്കോളും. ഈ ഒരു കറണ്ട് സോഴ്സിലുള്ളത് 5 ആമ്പിയർ ആണ്. ആ ഒരു 5 ആമ്പിയർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഇപ്പോൾ 10 ഓം റെസിസ്റ്ററിന് പകരം നമ്മളൊരു 20 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്യണം. 20 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ സോഴ്സ് ഡെലിവറി ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം 5 ആമ്പിയർ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തുള്ള വോൾട്ടേജ് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും I പുതിയ റെസിസ്റ്ററിനെ നമുക്ക് R1 എന്ന് ഡിനോട്ട് ചെയ്യാം. R1 = I എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 5 ആമ്പിയറിൽ നിന്ന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, കറണ്ട് സോഴ്സാണ്. അപ്പോൾ 5 ഇൻറ്റു പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ്. = 100 വോൾട്ട്സ് ആയിരിക്കുള്ളൂ നമ്മൾ ഈ ഒരു 20 ഓംസിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും. ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഇതൊരു തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണെന്നുള്ളത്. കാരണം വോൾട്ടേജ്, ഇതിനകത്തുള്ള വോൾട്ടേജ് നമ്മൾ ലോഡ് കൂട്ടുന്തോറും വോൾട്ടേജ് കൂടി വരുന്നതെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വീണ്ടും മാറ്റിയിട്ട് ഒരു 50 ഓംസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം 5 ആമ്പിയർ കറണ്ട് തന്നെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് V1 എന്ന് കൊടുക്കാം. V2 = പുതിയ ഇപ്പോൾ 50 ഓംസ് കണക്ട് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജാണ് V2. അതിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് I ആയിരിക്കുള്ളൂ. ഇൻറ്റു പുതിയ റെസിസ്റ്റൻസിന് നമുക്ക് R2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. = 5 × 50 = 250 വോൾട്ട്.
അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കറണ്ടിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സപ്ലൈ ചെയ്യുന്ന സോഴ്സുകളെയാണ് നമ്മൾ ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത് പറഞ്ഞത് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആയിരുന്നു. അപ്പോൾ ഇനി പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൻ്റെ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇതാണ് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള സർക്യൂട്ടിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു എക്സ്ട്രാ റെസിസ്റ്റർ വന്നിട്ടുണ്ട്. ഈ റെസിസ്റ്ററാണ് നമ്മൾ ഈ ഒരു സോഴ്സിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഒരു സ്മോൾ ലെറ്റർ R വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻറ്റേർണൽ റെസിസ്റ്റർ ആയതുകൊണ്ട് ഇതിന് നമുക്കൊരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ എന്ന് പറയുന്നത് ഒരു കിലോ ഓംസ് ആയിട്ടാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ലോഡ് റെസിസ്റ്റർ ഉണ്ട്. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മളൊരു 10 ഓംസ് ആയിട്ട് എടുക്കുന്നുണ്ട്. കറണ്ട് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് 5 ആമ്പിയറിൻ്റെ സെയിം സർക്യൂട്ട് തന്നെയാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടെന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സും ഐഡിയൽ കറണ്ട് സോഴ്സായിട്ട് വരുന്ന വ്യത്യാസവും ഈ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് സെയിം ഒരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 5 ആമ്പിയർ കറണ്ട് ഇപ്പോൾ ഈ സോഴ്സിൽ നിന്ന് ഡെലിവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറണ്ട് വന്നിട്ട് ഇവിടെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഒരു 10 ഓം റെസിസ്റ്ററിലേക്ക് ഒരു കറണ്ട് പോകും, അതുപോലെ തന്നെ ഈ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്ററിലേക്കും ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. നമ്മൾ ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ 1 കിലോ ഓംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ മാക്സിമം ഹൈ ആക്കാനേ ശ്രമിക്കുകയുള്ളൂ. പ്രാക്ടിക്കൽ കേസിൽ. ഐഡിയൽ കേസിൽ ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഐഡിയൽ കറണ്ട് സോഴ്സിൽ ഈ ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണിക്കാതിരുന്നത്. അങ്ങനെ മാക്സിമം ആക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കറണ്ടും നമ്മൾ കൊടുക്കുന്ന കറണ്ട് മാക്സിമം നമുക്ക് നമ്മുടെ ലോഡിൽ അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ സൈഡിലാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ കറണ്ട് എപ്പോഴും റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ ഈ വരുന്ന കറണ്ട് കൂടുതലും ഈ ഒരു പാത്തിൽ കൂടി ഫ്ലോ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാക്സിമം ഹൈ ആക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 കിലോ ഓംസ് ആണ് ഈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഈ ഒരു 10 ഓംസ് ആണ് നമ്മുടെ ലോഡ് റെസിസ്റ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഇതിനകത്ത് കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഈ ഒരു 5 ആമ്പിയർ കറണ്ട് ഇത് സ്പ്ലിറ്റ് അപ്പ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ R = 10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു 10 ഓം റെസിസ്റ്റർക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ക്യാപിറ്റൽ R എന്നെടുക്കാം. I ക്യാപിറ്റൽ R = 4.95 ആമ്പിയർ ആയിക്കോളൂ. അത് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റെസിസ്റ്ററിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 49.5 മില്ലി ആമ്പിയറും ആയിരിക്കുള്ളൂ. ഇനി ഇതിനെ ക്രോസ് ആയിട്ട് വരുന്ന ഈ ഒരു വോൾട്ട് മീറ്റർ കൂടെ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ V1 = 49.5 വോൾട്ട് എന്ന് വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, അറിഞ്ഞിരിക്കുക. കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ നിന്ന് 5 ആമ്പിയർ ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു 5 ആമ്പിയർ മൊത്തത്തിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. അതിൽ ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട്. ഒരു 49.5 മില്ലി ആമ്പിയർ ഇവിടെ കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. ആ 49.5 മില്ലി ആമ്പിയർ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്ററിലാണ് ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്കിവിടെ നിന്ന് കൊടുക്കുന്ന ആമ്പിയർ എത്രയാണോ ആ ഒരു ഫുൾ എമൗണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ലോഡ് റെസിസ്റ്ററിൽ കിട്ടില്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതാണ് ഐഡിയൽ കറണ്ട് സോഴ്സും പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സും തമ്മിൽ വരുന്ന വ്യത്യാസം. ഇനി നമ്മൾ ഈ ഒരു ഇൻറ്റേർണൽ നമ്മുടെ ലോഡ് റെസിസ്റ്ററിൻ്റെ വാല്യൂ 50 ഓംസ് ആയിട്ടാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിപ്പോൾ R = 50 ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ കൂടി നമ്മുടെ ലോഡ് റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കറണ്ട് ഡിവിഷൻ റൂൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.76 ആമ്പിയർ ആയിക്കോളും. അപ്പോൾ വീണ്ടും അതിൽ കൂടെയുള്ള കറണ്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്ററിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 238 മില്ലി ആമ്പിയർ ആയിക്കോളും അതിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്. വോൾട്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ =238 വോൾട്ടേജ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇതാണ് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൻ്റെ കേസ് വരുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത കാൽക്കുലേഷൻസ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഐഡിയൽ കറണ്ട് സോഴ്സും പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സും തമ്മിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു കാര്യം കൂടി നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതാണ് ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു ആക്സിസിൽ Y ആക്സിസിലാണ് നമ്മൾ കറണ്ട് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ X ആക്സിസിലാണ് നമ്മൾ വോൾട്ടേജ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നമുക്ക് 2 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ഈ ഡോട്ടഡ് ലൈൻസ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അതായത് കറണ്ടിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. ഈ ഒരു വോൾട്ടേജിൻ്റെ വാല്യൂ മാറുന്നതെന്ന് വെച്ചിട്ട് കറണ്ടിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ കൂടി തന്നെയാണ് പോകുന്നത്. അതാണ് നമ്മുടെ ഐഡിയൽ കറണ്ട് സോഴ്സിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സ്ലോപ്പായിട്ടുള്ള ലൈനാണ് നമ്മുടെ പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. പ്രാക്ടിക്കൽ കേസിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജിൽ ഇൻക്രീസ് വരുന്നതനുസരിച്ചിട്ട്, അതായത് ലോഡ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിനകത്ത് ഒരു നമ്മുടെ കറണ്ടിൽ ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ ഒരു സ്ലോപ്പായിട്ടുള്ള ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കറണ്ട് സോഴ്സ് എന്താണ്, അതുപോലെ തന്നെ കറണ്ട് സോഴ്സിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻസ്, ഐഡിയൽ കറണ്ട് സോഴ്സ് എന്താണ്, പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്താണ്, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.